എൻ്റെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ കുറച്ചെങ്കിലും ഒരു അനക്കം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഫോളോവേഴ്സ് കൂടാനിടയായ ഒരു ഫോട്ടോഷൂട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഫോട്ടോഷൂട്ടിനെടുത്ത ഫോട്ടോസാണ് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നല്ല അത്യാവശ്യം എൻ്റെ യൂഷ്വൽ പോസ്റ്റിനേക്കാളും കുറച്ച് റീച്ച് കൂടുതൽ കിട്ടുകയും എനിക്ക് കുറേ ഫോളോവേഴ്സ് വരികയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് പോയ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം എല്ലാ തവണയും എൻ്റെ ഫോട്ടോസ് എടുക്കാറുള്ളത് ലിജനാണ് കേട്ടോ, എൻ്റെ അനിയത്തിയും കൂടെ ഫ്രണ്ടാണ്. അപ്പം അവൻ ഭയങ്കര ബിസി ആയതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലും മാത്രമേ ആളെ കിട്ടാറുള്ളൂ. മിക്കവാറും അത് ഈ ഓണ സമയത്തായിരിക്കും. അപ്പോൾ ഇത്തവണയും ആശാൻ്റെ കാലൊക്കെ പിടിച്ചിട്ട് ഓണം തുടങ്ങി കുറച്ച് ദിവസം ആയപ്പോഴാണ് ഞങ്ങൾ ഷൂട്ടിന് എടുക്കാൻ പ്ലാൻ ചെയ്ത് പോയത് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണോ പോയത്. അവിടെ കുറച്ച് പാടവും കുറച്ച് സെറ്റപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പോയത്. പോണ വഴിക്ക് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് അങ്ങനെ അവിടെ ചെന്നു. അപ്പം രാവിലെ ഒരു 6 മണി 6:15 സമയമാണ്. അപ്പം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു ആ പാടവും, അതുപോലെ തന്നെ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ മാത്രമല്ലായിരുന്നു, അനീത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ലിജൻ്റെ കൂടെ അനിരുദ്ധം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ചെന്നു. ഒരു ചെറിയൊരു തോടിന് കുറുകെ ഒരു ചെറിയൊരു പാലം പോലെ ഉണ്ടായിരുന്നു. ആ പാലം ഇത്തിരി ടാസ്ക് ആയിരുന്നു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ, കാരണം ഭയങ്കര തിന്നായിട്ടുള്ള ഒരു വഴിയായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു അമ്പലത്തിലേക്കാട്ടോ. ചോറ്റാങ്കര അപ്പുറത്ത് തന്നെയുള്ള ഒരു അമ്പലമായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ നല്ല രീതിയിലെടുത്തു. അപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അനിത്ര ഒരു സെറ്റ് മുണ്ടും പിന്നെ എൻ്റെ പണ്ട് തേപ്പിച്ച ഒരു ഹാഫ് സാരിയുടെ ഒരു ബ്ലൗസും ആയിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു ലുക്കായിരുന്നു കേട്ടോ ഇത്. എനിക്കറിഞ്ഞൂടെ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു, ഫോട്ടോസും നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പം അന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.